യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവർ ഉറച്ചു നിൽക്കും, അവർ കുലുങ്ങാതെ നിൽക്കും. എന്നേക്കും നിൽക്കുന്ന, ഉറച്ചു നിൽക്കുന്ന പർവ്വതം പോലെ അവർ നിൽക്കും. നിങ്ങൾ ദൈവാശ്രയമുള്ളവരാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ കുലുങ്ങാതെ ഉറച്ചു നിൽക്കും. ദൈവം നിങ്ങളുടെ കാലുകളെ ഉറപ്പിക്കും. ഭയം നിങ്ങളെ കീഴടക്കുകയില്ല. നിങ്ങൾ ഉറച്ചു നിൽക്കാൻ പോവുകയാണ്. ദൈവാശ്രയമുള്ളവരാകുക. പ്രിയപ്പെട്ടവരെ, അല്പം കൂടെ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവം, അന്വേഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവം. ഇന്ന് പകൽക്കാലം ആശ്രയിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോവുകയാണ്. ദൈവഭക്തനായ ദാനിയേൽ ഒരു വാർത്ത കേട്ടു. രാജാവിനെ അല്ലാതെ മറ്റാരോടെങ്കിലും പ്രാർത്ഥിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യുന്നവനെ സിംഹത്തിൻ്റെ ഗുഹയിലിട്ട് കളയും എന്നാണ് ദാനിയേൽ കേട്ടത്. എന്നാൽ അങ്ങനെ ഒരു നിയമവും ഒരു രേഖയുമൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടിട്ടും ദാനിയേൽ തൻ്റെ പ്രാർത്ഥന നിർത്തിയില്ല. കാരണം ദാനിയേൽ യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അവനെന്നും പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ദിവസവും 3 നേരം പ്രാർത്ഥിക്കുന്ന ഒരു പതിവ്. താൻ വിശ്വസിച്ച യഹോവയായ ദൈവത്തിൽ താൻ പൂർണ്ണാശ്രയം വെച്ച് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി. രാജാവിനെ അല്ലാതെ മറ്റാരെങ്കിലും നമസ്കരിച്ചാൽ അവനെ സിംഹത്തിൻ്റെ ഗുഹയിലിട്ട് കളയും എന്ന വാർത്ത കേട്ടിട്ടും ഭയപ്പെടാതെ ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിച്ച് ദൈവാശ്രയമുള്ളവനായി മുട്ടുകുത്തിയപ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവം എന്താണെന്ന് ചെയ്തത്? അവനെ സിംഹത്തിൻ്റെ ഗുഹയിൽ ഇട്ട് കളയാൻ അവർ തീരുമാനിച്ചു. സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് വീണപ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ വായ അടപ്പിച്ചു കളഞ്ഞു. നിങ്ങൾ ദൈവാശ്രയമുള്ളവരാണ്. ദാനിയേൽ ദൈവത്തെ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, അവൻ കുലുങ്ങിപ്പോകുവാൻ ദൈവം സമ്മതിച്ചില്ല. അവൻ നശിച്ചു പോകാൻ ദൈവം സമ്മതിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം സമ്മതിക്കില്ല. ആശ്രയിക്കുന്ന നിങ്ങൾ തകരാൻ ദൈവം സമ്മതിക്കില്ല. അങ്ങനെ ഒരു പതിവ് ദാനിയേലിനുണ്ടായിരുന്നു. എന്നും ഒരു പതിവ്, പ്രാർത്ഥിക്കുന്ന ഒരു പതിവ്. നാം എത്രത്തോളം ദൈവാശ്രയമുള്ളവരാണ്? പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു പതിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ പതിവ് നിങ്ങളുടെ കഷ്ടകാലത്ത് നിങ്ങൾക്ക് ഉപകരിക്കും. ദൈവാശ്രയമുള്ളവൻ കുലുങ്ങുവാൻ ദൈവം സമ്മതിക്കുകയില്ല. അവൻ എന്നേക്ക് നിൽക്കുന്ന പർവ്വതം പോലെ പ്രതിസന്ധികളുടെ നടുവിൽ ഉറച്ചു നിൽക്കും. നീ കുലുങ്ങിപ്പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. കൂടുതൽ ദൈവാശ്രയമുള്ളവരാകാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.